അപ്പോൾ ഇന്ന് ഞാനെൻ്റെ യാത്ര തുടങ്ങാൻ പോവാണ്. ഒരു 10 മാസമായിട്ട് ഇങ്ങനെയാണ് അതായത് ഒരു 9 മാസം, ഒരു 9 മാസമായിട്ട് ഇങ്ങനെയാണ് എൻ്റെ യാത്ര. എനിക്കൊരു ട്യൂഷൻ സെൻ്ററുണ്ട്. ആ ട്യൂഷൻ സെൻ്ററിലേക്ക് എൻ്റെ 9 മാസം പ്രായമുള്ള സാറക്കുട്ടിയെയും 4 വയസ്സുള്ള ഡാനിയലിനെയും കൊണ്ടാണ് ഞാൻ യാത്ര പോകുന്നത്. ഇതെന്തിനാണ് ഞാനിത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, കുട്ടികളറിയണം മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടാണ് അവരുടെ ഓരോ ആവശ്യങ്ങളും സാധിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ലഹരിയിലേക്ക് പോകാൻ തോന്നില്ല. ഇങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതെൻ്റെ സാറക്കുട്ടി, ഇവൾക്ക് 9 മാസം കഴിഞ്ഞു. ഷാരക്കുട്ടി, ഹായ് ഷാരക്കുട്ടി. എൻ്റെ ഡാനിയൽ, 4 വയസ്സുള്ള ഡാനിയലാണിത്. ഈ ഡാനിയൽ കുട്ടനെ ഞാൻ പുറകിൽ വെച്ച് കെട്ടും. അവന് ഉറങ്ങും ചിലപ്പോൾ, വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ ഫ്രണ്ടിലുണ്ട്, ഇനി ഒരാൾ ബാക്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ഞാൻ ബാക്കിൽ നിന്ന് ടൈ ചെയ്യും അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ യാത്ര പോവാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് പകുതി ദൂരം എത്തി, പകുതിയല്ല കുറച്ചെത്തി. ഡാനിപ്പുറത്ത്, ഡാനിക്കുട്ടൻ പുറകിലുണ്ട്, ഫ്രണ്ടിൽ സാറക്കുട്ടിയുണ്ട്. ഞങ്ങൾ പോയി എത്താറായിട്ടില്ല, കുറച്ച് ദൂരമുണ്ട്. സാറ കാഴ്ചകളൊക്കെ കാണാം. ഡാനി എവിടെയാ? ഡാനീനെ കാണാനില്ലല്ലോ. ഡാനി ഇപ്പുറത്ത് വാ. ഡാനി ഉണ്ട് കേട്ടോ. ഇവളുടെ കഴുത്ത് ഉറച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ ഒരു ബാഗിലിട്ട് നിവർത്തിയില്ല, എനിക്ക് പോകാതെ നിവർത്തിയില്ല. ഒരു കഴുത്ത് ഉറച്ചപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്. ട്യൂഷൻ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് പിറ്റത്തെ വർഷം ആ പിള്ളേരെ കിട്ടൂല. പിന്നെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പാരൻസ് മക്കളെ വളർത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വീട്ടിലെ പണികളെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇതെന്തിനാണ് ഈ വീഡിയോ എടുത്തതെന്ന് ചോദിച്ചാൽ, എൻ്റെ മക്കൾ വലുതാകുമ്പോൾ അവരിത് അറിയണം. എന്നിട്ട് പിന്നെ അവർ ലഹരിക്കടിമയായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തല്ലിക്കൊല്ലുവാണ് പാരൻസിനെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറയാനൊന്നുമില്ല. സാറക്കുട്ടിയുടെ തുണി വീണുപോയി, കോട്ട് വീണുപോയി. അപ്പോൾ അവൾക്ക് വെയിൽ കൊള്ളുന്നുണ്ടേ. അപ്പോൾ ആ വെയിൽ കൊള്ളാതിരിക്കാൻ ഞാനതൊന്ന് ഫിക്സ് ചെയ്തോട്ടെ സാറക്കുട്ടിയെ, അല്ലേ? വെയിൽ കൊള്ളാതിരിക്കാൻ. മഴ വന്നാൽ ഇതിൽ രസമാണ് ഞങ്ങൾക്ക്, അല്ലേ സാറേ? അപ്പോൾ ശരിയായി. സാറേ ഇനി വെയിൽ കൊള്ളിയല്ല. ഡാനി ഉണ്ടോ അവിടെ? ഡാനീനെ കാണാനില്ലല്ലോ. ഹായ് ഡാഡി, ഹായ് പറഞ്ഞേ. ഹായ്. അപ്പം ഇനി വീണ്ടും ഞങ്ങൾ പോകുകയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് എത്താറായി. ഉറക്കിയിട്ടൊന്നുമില്ലേ. അങ്ങനെ ഞങ്ങൾ എത്തി. അങ്ങനെ ഞങ്ങൾ എത്തി. ഇനിയുണ്ട്, സ്റ്റെപ്പ് കയറി പോകണം. സാറക്കുട്ടിയുണ്ട്. ഒരാളെ ഇറക്കി ഞാൻ. അടുത്ത ആൾ ഇവിടെ ഉണ്ട്. അങ്ങനെ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെത്തി. സാറക്കുട്ടി ഞാൻ നിങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ ട്യൂഷൻ. എല്ലാവരും ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്ക്ക് കുറച്ച് നീളം കൂടി പോയി.